പള്ളുരുത്തിയിലുണ്ടായ ഒരു സംഭവം അവിടെയുള്ള ഒരൊറ്റ സംഭവമല്ലേ എന്ന ചില ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഒരു പള്ളുരുത്തി അല്ലേ? ഏറെക്കുറെ സിംഹഭാഗം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഈ പറഞ്ഞ വിധത്തിൽ പരസ്പരമായി അങ്ങനെ ജാതിയോ വർഗീയതയോ ഒന്നും കാണിക്കാത്ത വിധത്തിൽ കടന്നു പോകുന്ന സ്ഥാപനങ്ങൾ തന്നെയാണ്. എന്നാൽ അതിന് അപവാദമായിക്കൊണ്ട് ചില സ്ഥാപനങ്ങൾ ഈ ഗവൺമെന്റിന്റെ നോംസ് പാലിക്കപ്പെടാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ തന്നെ, നമ്മുടെ സിറ്റിയിൽ തന്നെ ചില സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥിനികൾക്ക് തലമറച്ചുകൊണ്ട് പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ട് എന്ന് നമ്മുടെ മണ്ഡലം MLA ഉൾപ്പെടെയുള്ളവർക്ക് അറിയാവുന്ന ഒരു യാഥാർത്ഥ്യം. കോഴിക്കോട് സിറ്റിയിൽ തന്നെ ചില സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളിൽ നമ്മുടെ കുട്ടികൾ ചെല്ലുന്ന സമയത്ത്, പ്രത്യേകിച്ച് മുസ്ലിം കുട്ടികൾക്ക് അവർക്ക് തലമറക്കുക എന്നത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. അത് പുരുഷന്മാർക്കും അങ്ങനെ ചില നിബന്ധനകൾ ഉണ്ടല്ലോ. അവർക്ക് മറക്കുക എന്നത് ശരീരത്തിന്റെ മുഴുവൻ ഭാഗവും തുറന്നിടാൻ ഇസ്ലാമിക സംസ്കാരം, ഇസ്ലാമിന്റെ വിശ്വാസം അനുവദിക്കപ്പെടുന്നില്ല. പുരുഷനും ഉണ്ട് അവർക്ക്, സ്ത്രീക്കുമുണ്ട് അവർക്ക്. അത് മറച്ചുകൊണ്ട് മാത്രമേ ഒരു മുസ്ലിമിന് പുറത്തിറങ്ങാൻ പറ്റൂ. ഞാനിത് പറയാനുണ്ടായ കാരണം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചാനൽ ചർച്ചകളിൽ വല്ലാതെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഇസ്ലാമിന്റെ ഈമാൻ കാര്യം. ഇസ്ലാം കാര്യത്തിൽ പെട്ട ഒന്നല്ലല്ലോ ഇത്. ഒരു തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം. തലമറക്കൽ അങ്ങനെ അടിസ്ഥാനപരമായ ഒരു കാര്യമല്ല. അത് കഴിഞ്ഞ പ്രാവശ്യം കർണാടക ഹൈക്കോടതിയുടെ ആ വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അത്തരത്തിലൊരു ചർച്ചയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്നത്. അതായത് ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ പെട്ടതല്ല തലമറക്കുക എന്നുള്ളത്. ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ പെട്ടതല്ല, അടിസ്ഥാന വിശ്വാസങ്ങളിൽ പെട്ടതല്ല. അതുകൊണ്ട് തന്നെ അതൊരു ആവശ്യമായി പരിഗണിക്കപ്പെടാൻ പറ്റില്ല എന്ന് വാദിക്കുന്ന ആ വിധത്തിൽ ആ ചർച്ച കൊണ്ടുപോകുന്ന വിധത്തിൽ ചില ചർച്ചകൾ നമ്മുടെ ചാനലുകളെ ചർച്ചകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. അത് പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവനും ആവൃത്തുണ്ട്. തൊട്ടുപൊക്കലിനിടയിലുള്ള സ്ഥലം ഒരു മുസ്ലിമായ മനുഷ്യനെ തുറന്നിടാൻ പാടില്ല. അത് തെറ്റാണ്. അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മറക്കേണ്ടതായ കാര്യങ്ങൾ കൃത്യമായി ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോ അത് കേവലം ഒരു ചെറിയ നിസ്സാര പ്രശ്നമാക്കിക്കൊണ്ട് ചുരുക്കി കെട്ടുന്ന ഒരു സാഹചര്യം ഇസ്ലാമിനെ പഠിക്കാത്തത് കൊണ്ടാണ്, മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ തലയും അവരുടെ ശരീരഭാഗങ്ങളും ഇന്ന ഭാഗമേ തുറന്നിടാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് നിർബന്ധിച്ചുകൊണ്ട് എല്ലാ മുസ്ലിം കുട്ടികളും അല്ലെങ്കിൽ സ്ത്രീകളും ഇത് തലമറച്ച് തന്നെ പോകണമെന്ന് ആരും ഇവിടെ നിഷ്കർഷിക്കുന്നില്ല. അങ്ങനെ കണിശമായ ഒരു നിലപാട് വരെ എടുക്കുന്നില്ല. പക്ഷെ അത് എടുക്കാൻ തയ്യാറുള്ള ആളുകൾക്ക് ആ ചിട്ടവട്ടങ്ങൾ പാലിച്ചുകൊണ്ട് പോകാനുള്ള അനുമതി ഉണ്ടാകേണ്ടത് നമ്മുടെ ഭരണഘടനയിൽ കൃത്യമായി നൽകുന്ന മൗലിക അവകാശമാണ്, അടിസ്ഥാനപരമായ അവകാശമാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, 25ഉം 19 ഒക്കെയുള്ള അതിന്റെ വിദഗ്ധരായ ആളുകളോട് അത് കൃത്യമായി അത് പറയുന്നുണ്ട്. മതവിശ്വാസം അത് പ്രചരിപ്പിക്കാനുള്ള അവകാശം, ഈ സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടനയിൽ കൃത്യമായി രേഖപ്പെടുത്തി വെച്ച ആ അവകാശത്തിന്റെ കടക്കൽ കത്തിവെച്ചുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കേവലം ഒരു പള്ളുരുത്തിയിലെ വിഷയമെന്ന അർത്ഥത്തിലല്ല. ആ വിഷയത്തിന് പരിഹാരം കാണണം. ഇനി മറ്റെവിടെയെങ്കിലും ഇതുപോലെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിന് പരിഹാരം കാണണം. അക്കാര്യത്തിലൊക്കെ പരസ്പര സമന്വയത്തിന്റെ മാർഗത്തിലൂടെ തന്നെ മുന്നോട്ട് പോകണമെന്നതാണ് സമസ്ത ജമിയത്തുൽ ഉലമ എന്നും ഉയർത്തിപ്പിടിക്കുന്ന നിലപാട്. സംഘർഷത്തിന്റെയോ സംഘടനത്തിന്റെയോ പരസ്പര വൈരത്തിന്റെയോ ചിത്രത്തിലേക്ക് സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകരുത് എന്ന കാര്യത്തിൽ കണിശമായ നിലപാടുള്ളവർ. എന്നാൽ അടിസ്ഥാനപരമായ വിശ്വാസങ്ങളെ ബാധിക്കുന്ന വിധത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒറ്റപ്പെട്ടതെങ്കിലും അല്ലെങ്കിൽ വിരലിലെണ്ണാവുന്നതെങ്കിലും ഓരോ പ്രദേശത്തും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് ഇവിടെ സർക്കാരിന് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ബന്ധപ്പെട്ട ആളുകൾക്കിവിടെ കാര്യങ്ങൾ പരിഹാരം കാണേണ്ടതായിട്ടുണ്ട്. പള്ളുരുത്തിയിലുണ്ടായ ആ സംഭവത്തിൽ ആ കുട്ടി തുടർ പഠനത്തിനുള്ള
അവസരം നിഷേധിക്കപ്പെട്ടപ്പോൾ ആ സ്ഥാപനത്തിൽ നിന്നുകൊണ്ട് TC വാങ്ങി പോകേണ്ടി വന്ന ഒരു സാഹചര്യത്തിൽ എത്തിയിരിക്കുകയാണ്. ആ കുട്ടിയോട് സ്വീകരിച്ച സമീപനം വളരെ മോശമായ സമീപനമാണ് ആ സ്ഥാപനത്തിൽ അധ്യാപകർ സ്വീകരിക്കപ്പെട്ടത് എന്ന് രക്ഷിതാവുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി. ആ കുട്ടിക്ക് അവിടെ തുടർന്ന് പഠിക്കാൻ പറ്റാത്തൊരു സാഹചര്യം. ഏറ്റവും രസകരമായ വസ്തുത, കുട്ടിയെ ആ സ്കൂളിന്റെ നോംസ് ലംഘിച്ചുകൊണ്ട് ആ കുട്ടി സ്കൂളിൽ തട്ടമിട്ട് വന്നത് കൊണ്ടാണ് പ്രശ്നമുണ്ടായത് എന്ന പ്രചരണം വരെയുണ്ട്. സത്യത്തിൽ അതാണ് ഇതിന്റെ വസ്തുത. അന്വേഷിച്ചപ്പോഴാണ് ആ കാര്യം ബോധ്യപ്പെടുന്നത്. ആ കുട്ടി സ്ഥിരമായ സ്കൂളിൽ ജൂൺ മുതൽ സ്കൂളിൽ വരുന്ന സമയത്ത് തട്ടം സ്കൂളിലെ ക്ലാസ് റൂമിലേക്ക് കയറുമ്പോൾ കുട്ടി ഈ തട്ടം ഇട്ടുവരുന്ന തട്ടം തന്റെ ബാഗിൽ വെച്ചുകൊണ്ടാണ് ഓപ്പൺ ആയിക്കൊണ്ടാണ് ക്ലാസ്സിലേക്ക് കയറുന്നത്. എന്നാൽ ഒരു ദിവസം അവിടെ ഒരു പൊതുപരിപാടി ഉണ്ടായി. ആ പൊതുപരിപാടി ഉണ്ടായ സമയത്ത് ആ കുട്ടി ക്ലാസ്സിലല്ലല്ലോ എന്ന് കരുതി തട്ടം ഇട്ടുകൊണ്ട് ആ പൊതുപരിപാടിയിൽ പങ്കെടുക്കും.